നമസ്കാരം, ഞാൻ റിഞ്ചിലാൽ. ഇന്ന് നമ്മൾ എടുക്കുന്നത് 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്. ഇതിന്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഇന്ന് നമ്മൾ എടുക്കുന്ന ടോപ്പിക് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്താണ് ഓർ എന്ന് നോക്കാം. ആദ്യം, എ മിനറൽ ഫ്രം വിച്ച് എ മെറ്റൽ ഈസ് എക്കണോമിക്കലി ഈസിലി ആൻഡ് ക്വിക്ക്ലി എക്സ്ട്രാക്റ്റഡ് ഈസ് കോൾഡ് ദ ഓർ ഓഫ് മെറ്റൽസ്. ഓർ എന്ന് പറഞ്ഞാൽ നമുക്ക് എളുപ്പത്തിലും ഒരു മെറ്റൽ എന്നപ്പോ ഒരു അലൂമിനിയം അറിയാം. അലൂമിനിയം പ്രകൃതിയിൽ നമുക്ക് എങ്ങനെയാ കിട്ടുക? ഒരിക്കലും പ്യുവർ ആയിട്ടുള്ള അലൂമിനിയം തന്നെ നമുക്ക് കിട്ടിക്കോളുന്നില്ല. അതേപോലെ അയൺ പ്യുവർ ആയിട്ട് തന്നെ കിട്ടൂല. കോപ്പർ, ഇതൊക്കെ ഭൂമിയിൽ ഉണ്ടാകുക പല പല മെറ്റീരിയൽസ് കൂടിയ ഒരു മിക്സ്ചർ ആയിട്ടായിരിക്കും കിട്ടുക. ഓക്കെ, ആ മിക്സ്ചറിൽ നിന്ന് വേർതിരിച്ചിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന മെറ്റലുകൾ ഓരോന്നായിട്ട് നമ്മൾ എടുക്കുന്നത്. ഓരോ മെറ്റലുകളും വേർതിരിച്ചിട്ടാണ് എടുക്കുന്നത്. ഒരു ഉദാഹരണം, അലൂമിനിയം എടുക്കുക. പ്രകൃതിയിൽ അലൂമിനിയം നമുക്ക് കിട്ടണം. അലൂമിനിയത്തിൽ എന്തൊക്കെ ഉണ്ടാവും? ചിലപ്പോൾ ചളി ഉണ്ടാകാം, ചിലപ്പോൾ അയൺ ഉണ്ടാവും, കോപ്പർ ഉണ്ടാവും, സിങ്ക് എല്ലാം ഉണ്ടാവും. പക്ഷെ നമുക്ക് വേണ്ടത് എന്താണ്? അലൂമിനിയം ആണെങ്കിൽ ആ അലൂമിനിയം മാത്രമായിട്ട് അതിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പ്രോസസ്സുകളാണ് നമ്മൾ ഇതിൽ പഠിക്കുന്നത്. ഓക്കെ, അതിനു വേണ്ടി, അതായത് അലൂമിനിയത്തിന്റെ കൂടുതലും അതിൽ പ്രകൃതിയിൽ കിട്ടുന്നതിൽ ഏറ്റവും കൂടുതൽ അലൂമിനിയത്തിന്റെ കണ്ടന്റ് കൂടുതലുള്ളതല്ലേ നമുക്ക് ഏറ്റെടുക്കാൻ വേണ്ടിയിരിക്കുക അല്ലെ? ഇപ്പൊ ഒരു ഇതിൽ നിന്ന് അലൂമിനിയത്തിന്റെ ഏറ്റവും കൂടുതൽ അലൂമിനിയവും ബാക്കിയുള്ളത് ചളിയും അയണും കോപ്പറും സിങ്കും ഒക്കെ വളരെ കുറച്ചുള്ളതുമായിട്ടുള്ള സബ്സ്റ്റൻസുകൾ നോക്കിയല്ല നമ്മൾ എടുക്കാം അല്ലെ? ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഒരു മിക്സ്ചർ നമ്മൾ കഴിക്കുന്ന മിക്സ്ചറിൽ നമുക്ക് കടലയാണ് ഏറ്റവും ഇഷ്ടം കഴിക്കുന്നത്. കടല ഇഷ്ടമാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? കടല കൂടുതലുള്ള മിക്സ്ചർ നോക്കിയിട്ടല്ല എടുക്കാം. ബാക്കിയുള്ളത് വളരെ കുറച്ചാണെങ്കിൽ എന്ത് ചെയ്യും? നമുക്ക് ആ കടല കൂടുതലുള്ള നോക്കിയിട്ടല്ല നമ്മൾ സെപ്പറേറ്റ് ചെയ്യാൻ നോക്കാം അല്ലെ? അത് മാത്രമല്ല, എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കാം. എളുപ്പത്തിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ എളുപ്പത്തിൽ ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ, അതുപോലെ ചെലവ് കുറഞ്ഞ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഒക്കെ നോക്കിയതിന് ശേഷം അങ്ങനെ നമ്മൾ ചോയ്സ് ചെയ്യുന്ന ആ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണത്. ഓർ. ഒരു ഉദാഹരണം, അലൂമിനിയം എടുക്കുകയാണെങ്കിൽ അലൂമിനിയത്തിന്റെ ഓറാണ് ബോക്സൈറ്റ്. ബോക്സൈറ്റിൽ ചിലപ്പോൾ ചളി ഉണ്ടാകാം, അയൺ ഉണ്ടാകും, കോപ്പർ ഉണ്ടാകും, സിങ്ക് ഉണ്ടാകും, എല്ലാം ഉണ്ടാകും. പക്ഷെ ഏറ്റവും കൂടുതൽ അലൂമിനിയം കണ്ടന്റ് ഉണ്ടാകും. അതൊരു ഫാക്ടർ. രണ്ടാമത്തത്, വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ അലൂമിനിയത്തിൽ നിന്ന് വേർതിരിക്കാൻ പറ്റുന്ന ഒരു ഇതാണ് ഈ ബോക്സൈറ്റ്. ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് അലൂമിനിയത്തിന്റെ ഓറായിട്ട് നമ്മൾ സൂചിപ്പിക്കുന്ന എന്താണ്? ബോക്സൈറ്റ് ആണ്. ഇപ്പൊ ഓറിനെ കുറിച്ചൊരു ചെറിയൊരു ധാരണ എത്തിക്കിട്ടിയല്ലോ. ഈ അലൂമിനിയത്തിന്റെ ബോക്സൈറ്റിന്റെ ഒരു കെമിക്കൽ ഫോർമുല അവിടെ കൊടുത്തിരിക്കുന്നത്. ഇനി അയൺ. അപ്പൊ അയണിന്റെ ഓർ എന്തായിരിക്കും? അയണിന്റെ ഓറിനും ഇതേമാതിരി തന്നെ ഹാമറ്റേറ്റും മാഗ്നറ്റേറ്റും ഉള്ളത്. ഇപ്പൊ ഹാമറ്റേറ്റ് ആയാലും മാഗ്നറ്റേറ്റ് ആയാലും അതിൽ അയൺ കണ്ടന്റ് കൂടുതലായിരിക്കും. അതായത് ചളി ഇതൊക്കെ ഉണ്ടെങ്കിൽ ചളി ബാക്കിയുള്ള എന്ത് മെറ്റീരിയൽസ് ആയാലും അതിൽ ഏറ്റവും കൂടുതൽ അയൺ കണ്ടന്റ് ഉണ്ടാവും. എക്കണോമിക്കലി എന്തായിരിക്കണം? പെട്ടെന്ന് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം. ഈസി ആയിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റണം അല്ലെ? അങ്ങനെ സെപ്പറേറ്റ് ചെയ്യാനായിട്ട് അയണിന്റെ അങ്ങനെ എടുക്കുന്ന ആ പ്രകൃതിയിൽ നിന്ന് എടുക്കുന്ന ആ സബ്സ്റ്റൻസുകളെ പറയുന്ന പേരാണത് ഓർ. ഇവിടെ ഹെമറ്റേറ്റും മാഗ്നറ്റേറ്റും ആണത് അയണിന്റെ ഓർ. കോപ്പറിന്റെ ഓർ എന്താണ്? കോപ്പർ പൈറൈറ്റ്. ഓക്കെ, കുപ്രൈറ്റ്. ഇതാണ് എന്ത്? കോപ്പറിന്റെ ഓർ. സിങ്കിൻ്റെത് സിങ്ക് ബ്ലെൻഡ്, കലാബിൻ എന്നൊക്കെ പറയും. ഓക്കെ, അപ്പൊ ഈ അതിന്റെ കെമിക്കൽ ഫോർമുല ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഓരോന്നിന്റെയും എന്താണ് ഓർ ഏതാണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. ഓരോ മെറ്റൽസിന്റെയും ഓർ എന്താണെന്ന് വ്യക്തമായിട്ട് പഠിക്കണം. അലുമിനിയത്തിന്റെ ബോക്സൈറ്റ്, അയണിന്റെ ഹെമറ്റേറ്റ്, മാഗ്നറ്റൈറ്റ്, കോപ്പറിന്റെ കോപ്പർ പൈറൈറ്റസ്, കുപ്രൈറ്റ്, ആൻഡ് സിങ്കിന്റെ സിങ്ക് ബ്ലെൻഡ്, കലാമിൻ. ഇവിടെ ഇത് മാത്രമാണ് കലാമിൻ എന്നൊരു പേര് ഓർമ്മിക്കണം. കലാമിന്റെ കേസിൽ നമുക്ക് നമ്മളെ ഫേസ് ക്രീമിലൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കണ്ണിൽ മുഖക്കുരു ഒക്കെ പോകാൻ പറ്റുന്ന അതിൽ ലാക്ടോൺ കലാമിൻ അങ്ങനെ പറയല്ലേ, കലാമിൻ കണ്ടന്റ് ആണ് ഉപയോഗിക്കുന്നത്. ഓരോന്നും അതിന്റെ പർപ്പസുകളുണ്ട്. നമ്മൾ പിന്നെ നോക്കാം.
ഇങ്ങനെ ഓറിൽ നമ്മൾ പറഞ്ഞു, ഓറിൽ നിന്നാണ് എന്ത് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്, ഇതിൽ നിന്നാണ് സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത് അല്ലെ. കോൺസെൻട്രേഷൻ ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്ന ആ പ്രോസസ്സുകളെ പറയുന്ന 3 വിധത്തിൽ സ്റ്റെപ്സുകൾ. അതായത് മെറ്റൽ ഈ ഓറ് എന്ന് പറയുന്നത് എന്താണ് ശരിക്കുന്നതല്ല, ഓറിൽ നിന്നാണ് മെറ്റൽ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. ഓക്കെ, ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം ഈ 3 അത് സെപ്പറേറ്റ് ചെയ്യാനായിട്ട് 3 സ്റ്റെപ്സുകളുണ്ട്. 3 സ്റ്റേജുകൾ. ആദ്യത്തെ സ്റ്റേജാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. ഈ ഓറ് പ്രകൃതിയിൽ കിട്ടുന്ന ഓറിനെ ശേഖരിക്കാം. അപ്പം ചളി മറ്റതൊക്കെ ഉണ്ടാകുന്നവരല്ലേ, അതിൽ തന്നെ ഓറിനെ ശേഖരിച്ചിട്ട് എടുക്കുന്ന പ്രോസസ്സാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. പിന്നെ ഓറിൽ നിന്നാണ് നമ്മൾ എക്സ്ട്രാക്ഷൻ ഫ്രം മെറ്റൽസ്. കോൺസെൻട്രേഷൻ ഓറിൽ നിന്ന് എന്താണ് മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്തെടുക്കുക, മെറ്റൽസിനെ എക്സ്ട്രാക്ട് ചെയ്യാം. പിന്നെ റിഫൈനിങ് ഓഫ് മെറ്റൽസ്. ഇങ്ങനെ 3 സ്റ്റേജുകളാണ്. ആദ്യം നമ്മൾ കോൺസെൻട്രേഷൻ ഓഫ് ഓർ എന്നാണ് എടുക്കുന്നത്. ഇന്നത്തെ ഈ വീഡിയോയിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓർസിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് 3 സ്റ്റെപ്സുകളാണ് മെറ്റൽസിനെ സെപ്പറേറ്റ് ചെയ്യുന്നതിന് 3 സ്റ്റെപ്സുകളാണുള്ളത്. ആദ്യത്തെ കോൺസെൻട്രേഷൻ ഓഫ് ഓർ, വേണ്ടത് എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസ് ഫ്രം കോൺസെൻട്രേറ്റഡ് ഓർ ആൻഡ് റിഫൈനിങ് ഓഫ് മെറ്റൽസ്. അപ്പൊ ആദ്യത്തെ സ്റ്റേജ് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. കോൺസെൻട്രേഷൻ ഓഫ് ഓറിനെ 4 വിധത്തിലാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറുകൾ സെപ്പറേറ്റ് ചെയ്യുന്നത്. അതാണ് കോൺസെൻട്രേഷൻ ഓഫ് ഓറുകൾ. ഓറെന്ന് പറഞ്ഞാൽ ശരിക്കും മെറ്റൽസ് അല്ല, മെറ്റൽസുകൾ കൂടി അടങ്ങിയിരിക്കുന്ന സബ്സ്റ്റൻസുകളാണ്. ദ പ്രോസസ് ഓഫ് റിമൂവിങ് ഇംപ്യൂരിറ്റീസ്. അതായത് ചില എന്താണ് ഇംപ്യൂരിറ്റീസിനെ ഗ്യാങ് എന്ന് പറയും. എന്താ ചോദ്യം ശ്രദ്ധിക്കുന്നതാണ് കേട്ടോ. ഗ്യാങ് എന്താണെന്ന് ചോദിച്ചാൽ ഇംപ്യൂരിറ്റീസ്, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത സാധനങ്ങൾ അല്ലെ. റിമൂവിങ് impurities from the ore obtained from the earth crust is termed concentration of ores. അതായത് ചളിയോ പൊടിയോ എന്തൊക്കെ അങ്ങനെയുള്ള എല്ലാ വസ്തുക്കളെയും നീക്കം ചെയ്യുന്ന, അങ്ങനത്തെ സബ്സ്റ്റൻസുകളെ നീക്കം ചെയ്യുന്ന പ്രോസസ്സാണ് എന്താ പറയുക, അതിനാണ് ഇംപ്യൂരിറ്റി എന്ന് പറയുക. ആ ചളി ഇതൊക്കെ ഇതിനാണ് ഇംപ്യൂരിറ്റി, അതാണ് ഗ്യാങ്. ഇംപ്യൂരിറ്റീസ് അതിനാണ് ഗ്യാങ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രോസസ്സാണെന്ത് കോൺസെൻട്രേഷൻ ഓഫ് ഓർ. എന്നിട്ട് ഓറിന് മാത്രമായിട്ട് എടുക്കുക. ഓറാണ് മെറ്റൽസിനെ അല്ല, ഓറിന് മാത്രമായിട്ട് എടുക്കുക. ഇനി ഡിപ്പെൻഡിങ് അപ്പോൺ ദ നേച്ചർ ഓഫ് ഓർസ് ആൻഡ് ദ ഇംപ്യൂരിറ്റീസ് ദർ ആർ ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് കോൺസെൻട്രേഷൻ. ഇതിൽ തന്നെ ഓരോ ഓറിന്റെയും ഇംപ്യൂരിറ്റിന്റെയും നേച്ചർ അനുസരിച്ച്, സ്വഭാവം അനുസരിച്ച് ഇതിനെന്ത് ചെയ്യാം, ഇതിന്റെ കോൺസെൻട്രേഷനെ നമ്മൾ കോൺസെൻട്രേഷൻ മെത്തേഡ് പല വിധത്തിൽ ചെയ്യാം. ഇതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഓറിനെ ഈ ഇംപ്യൂരിറ്റീസിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യാൻ 4 മെത്തേഡുകളായിട്ട് ഉപയോഗിക്കുന്നു. ഒന്ന് ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് പറയും. ലെവിഗേഷൻസ് ആൻഡ് ഹൈഡ്രോളിക് വാഷിംഗ്. ശ്രദ്ധിക്കണം, ഈ 4 മെത്തേഡുകൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്നതാണ്. എന്താണ് ഇതിൽ ഒന്ന് പഠിച്ചു വെച്ചാൽ നമുക്ക് 2 എണ്ണത്തിന്റെ പഠിക്കാം. അതായത് ലെവിഗേഷൻസും അടുത്ത നമുക്ക് വേറൊരു പോയിന്റ് കൂടി പഠിക്കാനുണ്ട്. അപ്പൊ ആദ്യത്തെ ലെവിഗേഷൻസ് ഫ്ലോട്ട് റൊട്ടേഷൻസ് കൂടെ ഉണ്ട്, അത് നമുക്ക് നോക്കാം. ആദ്യം ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ്. സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ കഴുകിയെടുക്കുക, വെള്ളത്തിൽ കഴുകി അങ്ങോട്ട് എടുക്കുക, ഇതാണ് ഇത് പറയുന്നത്. അതായത് പൗഡേർഡ് ആയിട്ടുള്ള ഓർ. അപ്പൊ അതിന് വേണ്ടത് ഇമ്പ്യൂരിറ്റീസ്, ഇത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇമ്പ്യൂരിറ്റീസ് ആർ ലൈറ്റർ. അതായത് ലൈറ്റർ ഓർ എന്താണ് ലൈറ്റർ ആർ ലോ ഡെൻസിറ്റി, സാന്ദ്രത കുറഞ്ഞത് അല്ലെങ്കിൽ ലോ ലൈറ്റർ. അതായത് ഇമ്പ്യൂരിറ്റീസ് എന്താണ് ചെറിയ ചെറിയ പൊടി പ്രശ്നങ്ങളൊക്കെ, പൊടിയായിട്ടുള്ള സെക്ഷൻ, അല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള വസ്തുക്കളായിരിക്കും ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗ്യാങ്. അതായത് ചളി ഇതൊക്കെ ഉണ്ടാകുന്നില്ലേ, നമുക്ക് ആവശ്യമില്ലാത്തതിനെയാണ് ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് ലൈറ്ററും ആൻഡ് ഓർ പാർട്ടിക്കിൾസ് ആർ ഹെവിയർ. നമുക്ക് ആവശ്യമുള്ളതാണ് ഓർ, അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആവശ്യമില്ലാത്തതിനെ ഇമ്പ്യൂരിറ്റീസ് എന്നും ആവശ്യമുള്ളതിനെ നമ്മൾ ഓർ പാർട്ടിക്കിൾസ് എന്നും ആണ് ഓർ പാർട്ടിക്കിൾസ് നിന്ന് ആദ്യമേ നമ്മൾ മനസ്സിൽ വിചാരിച്ചു വെക്കണം. അപ്പൊ ലൈറ്ററായിട്ടുള്ള വസ്തുക്കൾ എന്താണ് ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കണം ലൈറ്റർ, അതായത് ആവശ്യമില്ലാത്ത ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗ്യാങ് എന്താണ് ലൈറ്ററും, എന്താണ് ഓർ പാർട്ടിക്കിൾസ് ഹെവിയർ ആയ സിറ്റുവേഷൻ മാത്രം ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ഉപയോഗിക്കുന്നത്. അത് ചോദിക്കാം, എങ്ങനെയാണ് എവിടത്തെ സിറ്റുവേഷനിലാണ് എന്താ നമ്മള് ഹൈഡ്രോളിക് വാഷിംഗ് ഓർ ലെവിഗേഷൻസ് നടത്തുന്നത് എന്ന് ചോദിക്കാം. ആൻഡ് ആർ റിമൂവ് ഫ്രം വാഷിംഗ്, അത് അങ്ങനത്തെ സബ്സ്റ്റൻസുകളെ വാഷിംഗ് ആണ്, വാഷിംഗ് വിത്ത് ഓഫ് വാട്ടർ, വെള്ളം ഉപയോഗിച്ചിട്ട് കഴുകി കളയുന്ന പ്രോസസ്സാണ് ലെവിഗേഷൻസ്. അപ്പം തന്നിരിക്കുന്ന വസ്തുക്കളിൽ
എന്താണ് വന്നിരിക്കുന്ന വസ്തുക്കളിൽ ലൈറ്റ് ഇമ്പ്യൂരിറ്റിയും എന്താണ് ഹെവി ഓറും ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ ശ്രദ്ധിക്കണം, അതെന്ന് വെച്ചാൽ വെള്ളത്തിൽ കഴുകിക്കളയാം. അപ്പൊ ഈ പൗഡേർഡ് ആയിട്ടുള്ള ഓറില് പൗഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, ഈ ഓറല്ല പൗഡേർഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ ഉണ്ടാവില്ല, ഈ പറഞ്ഞിരിക്കുന്ന ചളിയും എല്ലാം കൂടി അടയ്ക്കുന്ന ഈ സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും, ഇതിലേക്ക് ഇടും, ഒരു പാത്രത്തിലേക്ക് ഇടുമ്പോൾ അത് നന്നായിട്ട് വെള്ളത്തിൽ നന്നാക്കി, വെള്ളം ഇവിടുന്ന് പുറത്തുനിന്ന് വെള്ളം ഇതിലേക്ക് ഒഴിക്കും. ഇത് നന്നാക്കിയിട്ട് മിക്സ് ആകുന്ന സമയത്ത് അത് സംഭവിക്കാം ലൈറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലൈറ്റ് ഇമ്പ്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഈ പൊടിയായിട്ടുള്ള പൊടിയോ അങ്ങനത്തെ സബ്സ്റ്റൻസുകൾ ചളി പോലുള്ള സാധനം അതെന്ത് ചെയ്യും, ഇതിൽ നന്നായിട്ട് ഈ വെള്ളത്തിൽ കംപ്ലീറ്റ് ആയിട്ട് ലയിക്കും, ഡിസോൾവ് ആവും. എന്നിട്ട് ബാക്കിയുള്ള സബ്സ്റ്റൻസുകൾ എന്താവും, എന്നിട്ട് ആ വെള്ളം ആ ഇതൊക്കെ ഉണ്ടാവുമല്ലോ, ആ ഇമ്പ്യൂരിറ്റീസ് പുറത്തേക്ക് ഇങ്ങനെ പോകും. ഗാങ് എന്ന് പറയുന്നത് അത് ഇമ്പ്യൂരിറ്റീസ് കംപ്ലീറ്റ് ആയിട്ട് പുറത്തേക്ക് കളയും. അതായത് ഇതിൽ വന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളെ വെള്ളത്തിൽ വെച്ച് കഴുകിക്കഴിഞ്ഞാൽ ആ വെള്ളത്തിൽ ഈ പറഞ്ഞിരിക്കുന്ന ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗ്യാങ് മിക്സ് ആവുകയും എന്നിട്ട് ആ ഗ്യാങ് പുറത്തേക്ക് കളയുകയും ചെയ്യും. അവിടുന്ന് അവസാനം കിട്ടുന്ന ഈ സബ്സ്റ്റൻസുകൾ എന്തായിരിക്കും, താഴെ കിട്ടുന്ന സബ്സ്റ്റൻസുകൾ എന്തായിരിക്കും, ഇവിടെ ഇരിക്കുന്ന നമുക്ക് പ്യൂർഡ് ആയിട്ടുള്ള ഓർ സബ്സ്റ്റൻസുകളായിരിക്കും, ഓറായിട്ട് കിട്ടും. അതായത് ഹെവി സബ്സ്റ്റൻസുകൾ താഴെ കിടക്കും, ബാക്കിയുള്ളത് അവിടെ ഇറക്കും. അതായത് സ്വർണ്ണോ വെള്ളിയോ എന്തൊക്കെയാണ് ഇതിന്റെ കഴുകി കളഞ്ഞിട്ട് അതിലുള്ള ചളി ഒഴിവാക്കുന്ന പ്രോസസ്സാണ് ശരിക്കും പറഞ്ഞാൽ ഇത് പറയുന്ന കോൺസെൻട്രേഷൻ ഓഫ് ഫോഴ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ്സ്, കോൺസെൻട്രേഷൻ ഓഫ് ഓക്സൈഡ് ഓർസ്, കോൺസെൻട്രേഷൻ ഓഫ് ഓർസ് ഓഫ് ഗോൾഡ് ഇതൊക്കെ എക്സാമ്പിൾ ആണ്. ഒരു എന്തെങ്കിലും ചളി ഉണ്ടെങ്കിൽ കഴുകി കളയുന്ന പ്രോസസ്സാണ് പറയുന്നത്. ഓക്കെ, ഈ രണ്ടാമത്തെ മെത്തേഡിലേക്ക് പോവുകയാണ്. നമുക്ക് രണ്ടാമത്തെ മെത്തേഡാണ് ഫ്ലോട്ട് റൊട്ടേഷൻ. ഓക്കെ, ഫ്ലോട്ട് റൊട്ടേഷൻ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ നടക്കുന്നത്. ദിസ് പ്രോസസ് ഈസ് യൂസ്ഡ് വെൻ ദ ഇമ്പ്യൂരിറ്റീസ് ആർ ഹെവിയർ. ഇമ്പ്യൂരിറ്റീസ് ഹെവിയർ, അതായത് നമുക്ക് ആവശ്യമില്ലാത്ത ഗ്യാങ് സബ്സ്റ്റൻസുകൾ ഹെവിയർ ആയാലും, അതായത് മാസ് കൂടിയ സബ്സ്റ്റൻസുകൾ, മാസ് കൂടിയാലാണ് നമുക്ക് ഡെൻസിറ്റി കൂടുതലുള്ളൂ, മാസ് ബൈ വോളിയാണ് നമുക്ക് പറയുന്നത്. അതായത് ഹെവി ഇമ്പ്യൂരിറ്റീസ് ഓർ ഹെവി ഡെൻസിറ്റി ആയുള്ള സബ്സ്റ്റൻസുകൾ ഏതായിരിക്കണം, ഇമ്പ്യൂരിറ്റീസ് ഹെവിയോ അല്ലെങ്കിൽ ഹെവി ഹൈ ഡെൻസിറ്റി ഉള്ള സബ്സ്റ്റൻസുകളായിരിക്കും. അതുകൂടാതെ ഓർ പാർട്ടിക്കിൾസ് എന്തായിരിക്കണം, ലൈറ്റഡ് ആയിരിക്കണം, വളരെ ചെറുതായിരിക്കണം. അപ്പം നമുക്ക് നമ്മുടെ ലെവിഗേഷൻസ് പഠിച്ചു കഴിഞ്ഞാൽ തന്നെ ഫ്ലോട്ട് റൊട്ടേഷൻസ് പഠിക്കാം, കാരണം നേരെ ഓപ്പോസിറ്റ് ആണ് നടക്കുന്നതെന്ന് ഓർമ്മിച്ചാണ്. ഇതിലെന്താ സംഭവിക്കുന്നത്, ഇതിലേക്ക് സബ്സ്റ്റൻസുകൾ ഈ പറഞ്ഞിരിക്കുന്ന പാത്രത്തിലേക്ക് നമ്മൾ സബ്സ്റ്റൻസുകളെല്ലാം ഇതിലേക്ക് ആഡ് ചെയ്യും. ഓക്കെ, ഇത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കൂടെ ഓറും പൈൻ ഓയിലും വാട്ടറും കൂടി എല്ലാം കൂടി ഇതിലേക്ക് ഒഴിക്കും. ഓക്കെ, ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഇതിലൂടെ ഒഴിച്ചു കഴിഞ്ഞാൽ താഴെ ഒരു കറക്കാൻ പറ്റുന്ന ഒരു ഇതുണ്ട്, ഒരു പാഡിലുണ്ട്. അപ്പൊ അതെന്ത് ചെയ്യും, നന്നായിട്ട് കറക്കി കഴിഞ്ഞാൽ ഇതിലുള്ള ചളി ഭാഗങ്ങൾ എന്താണ്, മാസ് കൂടിയ സബ്സ്റ്റൻസുകളല്ലേ, ഹെവി സബ്സ്റ്റൻസുകളല്ലേ, അത് താഴെ വീഴും, താഴെ കിടക്കും. അപ്പൊ താഴെ ഗ്യാങ് കിടക്കുകയും ഇതിൽ നിന്ന് ഈ പൈപ്പിലൂടെ എയർ പുറത്തേക്ക് പോകുന്ന വഴി ഇവിടുന്ന് എന്ത് ചെയ്യും, പുറത്തേക്ക് ഈ പറഞ്ഞ് അതിലെ ഓർ സബ്സ്റ്റൻസുകള് പുറത്തേക്ക് വരികയും ചെയ്യും. അതായത് നമുക്ക് കളക്റ്റീവ് ഈ പത പോലെ കിടക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് വേണ്ട എന്താണ് പ്യുവർ ആയിട്ടുള്ള ഓർ സബ്സ്റ്റൻസുകൾ ഇവിടെ കിട്ടും. അപ്പൊ താഴെ കിടക്കുന്ന എന്താണ്, ഗ്യാങ് സബ്സ്റ്റൻസുകളായിരിക്കും, ഗ്യാങ് ആയിരിക്കും കിട്ടും, ഗ്യാങ്. ഓക്കെ, ഇതിന് നമുക്ക് വേറെ എക്സാമ്പിൾ പറയാൻ ഏറ്റവും കൂടുതൽ നമുക്ക് മനസ്സിലാവും. നിങ്ങൾ തൈര് കടഞ്ഞിട്ട് എന്ത് കിട്ടും, തൈര് കടഞ്ഞിട്ട് വെണ്ണയും അതുപോലെ മോരും ഇതൊക്കെ മാറ്റിയെടുക്കുന്നില്ലേ, വെണ്ണ ഇതിൽ നിന്ന് തൈരിലൊക്കെ കടഞ്ഞെടുക്കുന്നില്ലേ. അപ്പൊ അതിലെന്താ സംഭവിക്കുന്നത്, നന്നായിട്ട് കടഞ്ഞെടുക്കുമ്പോൾ അതിൽ നിന്ന് നമുക്ക് ഓരോന്നായിട്ട് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോൾ കട്ടി കൂടിയ സബ്സ്റ്റൻസുകൾ താഴെ കിടക്കുകയും കട്ടിയില്ലാത്ത പുറത്തേക്ക് ഇങ്ങനെ ഇതായിട്ട് കിടക്കില്ലേ, ഇത് തിരിക്കുന്ന. അതേപോലെ ഈ റൊട്ടേറ്റ് ചെയ്യുന്നതിന്റെ ഫലമായിട്ട് മാസ് ലെസ് ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ അഥവാ ലോ ഡെൻസിറ്റി ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ എങ്ങോട്ട് പോകും,
മുകളിൽ പറഞ്ഞു വീഴുകയും അല്ലാത്ത സബ്സ്റ്റൻസുകളെയും താഴെ കിടക്കുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഈ മാസില്ലാത്ത ഈ സബ്സ്റ്റൻസ് ഓറിനെ നമുക്ക് കളക്ട് ചെയ്യാം. അപ്പൊ ഇവിടെ എക്സാം കണ്ട് സൾഫൈഡ് ഓർസ് ആർ യൂഷ്വലി കോൺസിഡേർഡ് ദിസ്. ഈ സബ്ജക്റ്റിന് ഉപയോഗിക്കുന്ന എക്സാമ്പിൾ എന്താണ്? സൾഫൈഡ് ഓറുകളാണ് ഇതിനായിട്ട് ഉപയോഗിക്കുന്നത്. സൾഫറിന്റെ ഓറുകളാണ് ഇതിന് വേണ്ടിയിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. അപ്പം നമ്മൾ പഠിക്കേണ്ട എത്രയാണത്? ഈ ഫ്ലോത്ത് റൊട്ടേഷന് ഏത് ഇമ്പ്യൂരിറ്റീസ് ആയിട്ട് ഏതാണ് ഉപയോഗിക്കുന്നത്? ഹെവിയർ ഓർ ഹൈ ഡെൻസിറ്റി ഉള്ള സബ്സ്റ്റൻസുകളാണ് എന്ത് ചെയ്യുന്നത്? ഇമ്പ്യൂരിറ്റീസ് ആയിട്ടുണ്ടാവുക. ഓവർ പാർട്ടിക്കിൾസ് എന്താണ്? ലൈറ്റർ ആയിരിക്കണം. ഇതാണ് നമ്മൾ ഇതിൽ ശ്രദ്ധിക്കേണ്ടത്. നമുക്ക് ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ എന്താണ് നമ്മുടെ ഈ ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് പഠിച്ചു കഴിഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ് ആണ് ഇതിൽ നടക്കുന്നതെന്ന് ഓർത്താൽ മതി. ഓക്കെ, നമുക്ക് അടുത്തത് നോക്കാം. മാഗ്നറ്റിക് സെപ്പറേഷൻ ഓർ മാഗ്നറ്റിക് സെപ്പറേഷൻ. എന്താ മാഗ്നറ്റിക് സെപ്പറേഷൻ? സിമ്പിൾ ആണ് പറയാം. അതായത് നമ്മൾ ഈ ഓറിനെയൊക്കെ എന്ത് ചെയ്യാം? ഇതിൽ ഒരു കറങ്ങുന്ന ഒരു റോൾ ഉണ്ട് വിചാരിക്കാം. കറങ്ങുന്ന റോൾ, രണ്ട് റോളുണ്ട്. അതിന്റെ ഇടയിലൂടെ എന്ത് ചെയ്യുന്നു? ഓറിനെ കടത്തി വിടുന്നു. അപ്പൊ ഈ ഇവിടെ എത്തുന്ന സ്ഥലത്ത് മാഗ്നറ്റിക് റോളാണ് ഉള്ളത് അല്ലെ? മാഗ്നറ്റിക് റോൾ ആണെങ്കിൽ ഇതിൽ തന്നിരിക്കുന്ന സബ്സ്റ്റൻസുകളിൽ മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതാണെങ്കിൽ, മാഗ്നറ്റിക് പ്രോപ്പർട്ടി ഉള്ളതെന്ന് പറഞ്ഞാൽ അട്രാക്റ്റീവ് ആയിട്ടുള്ള മാഗ്നറ്റിക് ഇരുമ്പ് ഇതൊക്കെ ഉള്ളതുണ്ടാവില്ലേ, അത് അട്രാക്റ്റീവ് ആയിട്ടുള്ള പ്രോപ്പർട്ടി ഉള്ള സബ്സ്റ്റൻസുകളാണെങ്കിൽ അങ്ങനത്തെ സബ്സ്റ്റൻസുകൾ സെപ്പറേറ്റ് ചെയ്യാനാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ ഉപയോഗിക്കുന്നത്. അപ്പൊ അങ്ങനെ എന്ത് ചെയ്ത് റോൾ ചെയ്യുന്ന സമയത്ത് ഇതിനോട് അട്രാക്ട് ചെയ്യാൻ പറ്റുന്ന സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? അതായിരിക്കും ഈ അടുത്തേക്ക് വീഴാം. അതായത് മാഗ്നറ്റിക് കംപ്ലൈന്റ്. ഇതൊരു മാഗ്നറ്റിക് റോളാണ്. അപ്പൊ ഇതിരിക്കുന്ന ഈ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകൾ, ഇപ്പൊ ഉദാഹരണം അയണും വേറെന്തെങ്കിലും സബ്സ്റ്റൻസുകൾ ഈ തന്നിരിക്കുന്നതിൽ അയൺ ഓറിൽ നിന്ന് അയണും ബാക്കിയുള്ള ചളിയും മറ്റതൊക്കെ ആണെന്ന് വിചാരിച്ചു. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യണമെങ്കിൽ അയൺ എന്ത് ചെയ്യും? നേരെ എന്ത് ചെയ്യും? ഇതിലൂടെ അയൺ എന്ത് ചെയ്യും? ഈ മാഗ്നറ്റിക് ആയിട്ട് അട്രാക്ട് ചെയ്തിട്ട് അത് നേരെ താഴ്പ്പുറത്തേക്ക് അട്രാക്ട് ചെയ്തിട്ട് ഇവിടേക്ക് വീഴും. ബാക്കിയുള്ള ചളി മറ്റേ എല്ലാ സാധനങ്ങളും എന്ത് ചെയ്യും? നോൺ മെറ്റാലിക് കമ്പോണൻസ് എന്ത് ചെയ്യും? ഇവിടെ വന്നിട്ട് വീഴും. അപ്പൊ നമുക്ക് രണ്ട് സെപ്പറേറ്റ് ചെയ്തിലൂടെ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നതാണ് മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന് പറയുന്നത്. മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, this method is for the construction of magnetite ore of iron നമ്മൾ പറഞ്ഞു. And also to separate iron tungstate, the magnetic impurities from tin, stone, and the non-magnetic ores in tin. ഇതൊക്കെ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന മാഗ്നറ്റിക് സെപ്പറേഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ഓറിന്റെ ഇതാണ്. ഓക്കെ, അപ്പൊ നമുക്കിത് ക്ലിയർ ആയല്ലോ. ഇനി നമ്മളൊന്ന് 3 സെപ്പറേഷൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞു. കോൺസെൻട്രേഷൻ ഓഫ് ഓറിന്റെ 3 സെപ്പറേഷനാണ്. ലെവിഗേഷൻസ്, ഹൈഡ്രോളിക് വാഷിംഗ്, ഫ്ലോത്ത് ഫിൽട്രേഷൻസ്. മൂന്നാമത്തെ കേസ് പറഞ്ഞത് മാഗ്നറ്റിക് സെപ്പറേഷൻ. ഈ നാലാമത്തേക്ക് പോവാണ്. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് എന്താണ്? ലീച്ചിങ്. ഇതാണ് കൂടുതൽ ചോദിക്കുന്ന സബ്സ്റ്റൻസുകളിലൊന്ന്. മറ്റൊരു ചോദിക്കില്ല എന്നല്ല, അതിന് ചോദിക്കുക ഡെൻസിറ്റി ഏതാണ്, ഓറായിട്ട് ഉപയോഗിക്കുന്നത് ഏതാണ്, ഓർ പാർട്ടിക്കിൾ ഏതാണ്, ഇമ്പ്യൂരിറ്റീസ് ഏതാണ്, ഹെവിയർ ആണോ ലൈറ്റ് ആണോ എന്ന രീതിയിൽ ചോദിക്കും. അതാണ് കൂടുതൽ ആദ്യം ചോദിക്കുന്നത്. ഇതിൽ ലീച്ചിങ് എന്താണെന്ന് നോക്കാം. ലീച്ചിങ് ഓൺ ആഡിങ് ദ ഓർ to suitable solution, a chemical reactions take place and the ore dissolves. The insoluble impurities are filtered off. The pure ore is separated from the filtrate by a chemical reactions. Bauxite, the ore of aluminum is concentrated by this method. ഒന്നുമില്ല. അതായത് ലീച്ചിങ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓറുണ്ടാവല്ലോ, പ്രകൃതിയിൽ കിട്ടുന്ന ഓറ്, ആ ഓറിലേക്ക്, അതായത് ചളിയും എല്ലാം കൂടി ഇറങ്ങിയിരിക്കുന്ന ഓറ്, ഓക്കെ, അതിലേക്ക് ആ ഇമ്പ്യൂരിറ്റീസും എല്ലാം ഉണ്ടാകുന്ന ആ ഓർ സബ്സ്റ്റൻസിലേക്ക്, അതിന് നമ്മൾ ഓർ തന്നെ പറയാം. അതിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നതാണ് ഓർ കണ്ടന്റ് ആയിട്ട് പറയാം. ആ ഓറിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്യുന്ന സബ്സ്റ്റൻസ് ആണ് ഗ്യാങ് ആയിട്ട് പറയും. ഓക്കെ, ഈ ഓറിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ചളി ഇതിലേക്ക് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് എന്ന് പറയുന്നത്. എന്ത് സൊല്യൂഷൻസ് ഉപയോഗിക്കുക? അതായത് നമുക്ക് ഇപ്പം നമ്മള് ചില സമയത്ത് നമ്മൾ കയ്യില്, കാലില്, ഒരു ഉദാഹരണം പറയാം, കാലില് നമുക്ക് ഈ പുഴുനകം എന്നൊരു സംഭവം ഉണ്ടാകും അല്ലെ? അപ്പൊ നമ്മൾ ചിലൊരു സബ്സ്റ്റൻസ്, ഒരു ചെറിയൊരു
ലിക്വിഡ് നിങ്ങൾ കാലിന്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചളി ഇങ്ങനെ നേരെ പറഞ്ഞു പുറത്തേക്ക് പോലും അല്ലേ? അതിന്റെ അപ്പൊ അതെന്താ അവിടെ ഒരു കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് അതിന്റെ ഉള്ളിൽ ചളിയെ പുറത്തേക്ക് കൊണ്ടുപോകാൻ ഒരു കെമിക്കൽ റിയാക്ഷൻസ് അവിടെ നടക്കുന്നു. അതേപോലെ എന്നിട്ട് ആ ചളി പോയി കഴിഞ്ഞാൽ നമുക്ക് ക്ലിയർ ആവും. പക്ഷെ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണെന്ന് മാത്രം. ഇവിടെ കെമിക്കൽ റിയാക്ഷൻസ് നമുക്ക് വേണ്ടിയിട്ടൊരു ചില സൂട്ടബിൾ ആയ സൊല്യൂഷൻ, അതായത് ഓരോന്നിനും ഓരോ രീതിയിലായിരിക്കും നമുക്ക് വരിക. ബോക്സൈറ്റിന് ഓരോന്നിനും വ്യത്യസ്തമായിട്ടുള്ള സൊല്യൂഷൻസ് ആണ് വരിക. അതാണ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് വരിക. അങ്ങനെ ഇതിലേക്ക് തന്നിരിക്കുന്ന നമുക്ക് പ്രകൃതിയിൽ കിട്ടുന്ന സ്യൂട്ടബിൾ ആയിട്ടുള്ള ഓറിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് ഒഴിച്ചു കഴിഞ്ഞാൽ അവിടെ കെമിക്കൽ റിയാക്ഷൻസ് നടക്കും. കെമിക്കൽ റിയാക്ഷൻസ് നടത്തിയിട്ട് ആ കെമിക്കൽ റിയാക്ഷന്റെ ഫലമായിട്ട് ഓർ പാർട്ടിക്കിൾ, അതായത് നമുക്ക് വേണ്ട പ്യുവർ ആയിട്ടുള്ള ഓർ പാർട്ടിക്കിൾസ് ഏത് ചെയ്യും? ആ വെള്ളത്തിൽ, ആ ലിക്വിഡിൽ, ആ കെമിക്കൽ സൊല്യൂഷനിൽ എന്ത് ചെയ്യും? ഡിസോൾവ് ചെയ്യും. ബാക്കിയുള്ള സബ്സ്റ്റൻസുകൾ എന്ത് ചെയ്യും? ഡിസോൾവ് ആയിട്ടുള്ള, അതായത് ഇൻസോളിബിൾ ആയിട്ടുള്ള സബ്സ്റ്റൻസുകൾ, അതായിരിക്കും ഇംപ്യൂരിറ്റീസ്. അങ്ങനത്തെ ഇംപ്യൂരിറ്റീസിനെ നമുക്ക് എന്ത് ചെയ്യാം? അതായത് വെള്ളത്തിൽ ഒരു ഇതിൽ സോളിബിളും അല്ലാത്ത ഇൻസോളിബിൾ ആയ സബ്സ്റ്റൻസുകളെ നമുക്ക് എന്ത് ചെയ്യാം? ഫിൽട്ടർ ആയിട്ട് എടുക്കാൻ പറ്റുമല്ലോ. ഫിൽട്ടർ ചെയ്ത് ഒരു ഫിൽട്ടർ പേപ്പർ എടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അത് അരിച്ചെടുത്തു കഴിഞ്ഞാൽ അതിൽ താഴെ കിടക്കുന്ന അരിച്ചെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും? ആ അരിപ്പയിൽ കിട്ടുന്ന ആ സബ്സ്റ്റൻസ്, ഫിൽറ്ററിൽ കിട്ടുന്ന സബ്സ്റ്റൻസുകൾ എന്തായിരിക്കും? ഇംപ്യൂരിറ്റിയും താഴെ ലഭിക്കുന്ന പതഞ്ഞെടുക്കുന്ന ഉള്ളിലുള്ള ലിക്വിഡ് സൊല്യൂഷൻ എന്തായിരിക്കും? അത് ഓറിന്റെ സൊല്യൂഷൻ ആയിരിക്കും. ഓർ സോളിബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ ആയിരിക്കും. അതിനെ നമുക്ക് വേറെ കെമിക്കൽ റിയാക്ഷൻസിന് വിധേയമാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? അതിൽ നിന്ന് എന്ത് ചെയ്യാം? നമുക്ക് ഈ ഓറിനെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? ആദ്യം നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓരോ പാത്രത്തിലെടുക്കാം. അതിലേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ്, ഏതാണെന്ന് നമുക്ക് പറയുന്നില്ല, സ്യൂട്ടബിൾ ആയിട്ടുള്ള ഏത് സൊല്യൂഷൻസും എടുക്കാം. സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻസ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? സ്യൂട്ടബിൾ ആയിട്ടുള്ള സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്ക് ഒഴിക്കുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ഇത് ഡിസോൾവ് ചെയ്യുകയും ഏത് സോൾവ് ചെയ്യും? നമ്മുടെ ഓർ സബ്സ്റ്റൻസുകളെ സോൾവ് ചെയ്യുകയും അതിൽ സോളിബിൾ ആവുകയും ബാക്കിയുള്ളത് എന്ത് ചെയ്യും? ഇൻസോളിബിൾ ആയിട്ട് ഇമ്പ്യൂരിറ്റീസ് എന്ത് ചെയ്യും? ഇൻസോളിബിൾ ആവുകയും ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യും? അതിനെ ഫിൽറ്റർ ചെയ്തിട്ട് സോളിബിൾ ആയിട്ടുള്ള ആ ഓറും ആ സൊല്യൂഷൻ, കെമിക്കൽ സൊല്യൂഷനെ കൊണ്ടുള്ള ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? വീണ്ടും ഒരു കെമിക്കൽ റിയാക്ഷൻസ് ഉപയോഗിച്ചിട്ട് കെമിക്കൽ റിയാക്ഷൻസിന്റെ ഫലമാക്കി നമുക്ക് എന്ത് ചെയ്യാം? അതിനെ സെപ്പറേറ്റ് ചെയ്യാനും പറ്റും. ഇതാണ് ലീച്ചിങ് എന്ന പ്രോസസ്സ്. ഓക്കെ, ഈ ലീച്ചിങ് എന്ന പ്രോസസ്സ് ചോദിക്കുന്നതാണ്. കാരണം ഈ പറഞ്ഞിരിക്കുന്ന പ്രോസസ്സുകൾ, ഈ 4 പ്രോസസ്സുകളിൽ സംബന്ധിച്ചിടത്തോളം കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് ഈ ലീച്ചിങ് എന്നതിലാണ്. ഏറ്റവും കൂടുതൽ ചോദിക്കുക കെമിക്കൽ റിയാക്ഷൻസിന്റെ ഈ ലീച്ചിങ് ആണ്. ഓക്കെ, അത് സ്യൂട്ടബിൾ സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഏതും ആകാം. അത് ഓരോന്നിനനുസരിച്ച് ഓരോന്നായിട്ട് ഓരോ സബ്സ്റ്റൻസ് ഓരോന്നനുസരിച്ച് മാറണം. അതുകൊണ്ടാണ് സ്യൂട്ടബിൾ സൊല്യൂഷൻസ് എന്ന് പറഞ്ഞത്. ബോക്സൈറ്റ് ഓർ അലൂമിനിയത്തിന്റെ ഓറായിട്ടുള്ള ബോക്സൈറ്റിനെ സെപ്പറേറ്റ് ചെയ്യുന്നത് ഈ മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. അപ്പൊ നമുക്ക് ഒരു certain properties of metallic ores and impurities present in the given material. തന്നിരിക്കുന്നു എന്താണ്? ചില പ്രോപ്പർട്ടീസ് കൊടുത്തിട്ടുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഇമ്പ്യൂരിറ്റീസ്, പ്രോപ്പർട്ടീസ് ഓഫ് ഓർ. അതിന് ഏത് മെത്തേഡാണ് ഉപയോഗിക്കുക? ഇതിങ്ങനെ ചിലപ്പോൾ 3-4 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ട് ചോദിക്കാം. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഹൈ ഡെൻസിറ്റി നമ്മൾ പഠിച്ച് ഓർമ്മിക്കണം. ഹൈ ഡെൻസിറ്റി, ലോ ഡെൻസിറ്റി. ഹൈ ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? ഹെവിയർ, എന്താണ്? ഹെവിയർ പാർട്ടിക്കിൾസ്. ഓക്കെ, അതായത് ലോ ഡെൻസിറ്റി എന്ന ലോ ഡെൻസിറ്റി എന്ന് പറയുന്നതാണ് ലോ ഡെൻസിറ്റി ലോ പാർട്ടിക്കിൾസ്. ഓക്കെ, മനസ്സിലായോ? അത് നമ്മൾ നേരത്തെ പഠിച്ചു. അപ്പൊ അങ്ങനത്തെ കേസിൽ പറയുമ്പോൾ ഓറിന്റെ പ്രോപ്പർട്ടീസ് ഓഫ് ഓർ എന്താണ്? തന്നിരിക്കുന്ന ഓർ എന്താണ്? ലൈറ്റ് വെയിറ്റ്. ഓക്കെ, നേരത്തെ കേസിൽ നോക്കാം. എന്താണ്? ഓർ ലൈറ്റർ. ഓർ ഈസ് ലൈറ്റർ. സോറി, ഓർ ലൈറ്റർ അല്ലേ? ഓർ ഈസ് ലൈറ്റർ. ഓർ ലൈറ്ററും ഓക്കെ, ഇവിടെ നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് എന്താണ്? ഓർ എന്താണ്? ഹെവിയർ ആണ്. ഹൈ ഡെൻസിറ്റി ആകുമ്പോൾ ഹെവിയർ. ഓക്കെ, ഓർ ഹെവിയറും
എന്താണ് ഇമ്പ്യൂരിറ്റീസ് ലൈറ്റർ ആകുന്ന സമയത്ത് നമ്മൾ ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ആണ് ഉപയോഗിക്കുന്നത്. എന്താണ് ഓർ ഹെവി, നമ്മൾ പറഞ്ഞതിന്റെ ഒരു കൺക്ലൂഷനാണ്. എന്താണ് ഓർ എന്താണ് ഹെവിയറും എന്താണ് ഇമ്പ്യൂരിറ്റീസ് അഥവാ ഗാങ് ലോ ഡെൻസിറ്റി അഥവാ ലൈറ്റർ ആകുന്ന സമയത്ത് ലെവിഗേഷൻസ് ഓർ ഹൈഡ്രോളിക് വാഷിംഗ് ചെയ്യും. ഇനി എന്താണ് ഓർ മാഗ്നറ്റിക് നേച്ചറും അതുപോലെ എന്താണ് ഇമ്പ്യൂരിറ്റീസ് നോൺ മാഗ്നറ്റിക്കും ആകാം. അല്ലെങ്കിൽ ഇവിടെ രണ്ട് കേസും പറയാം കേട്ടോ. അതായത് മാഗ്നറ്റിക് നേച്ചർ ഇത് ഒന്നുകിൽ ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് ഓറോ അല്ലെങ്കിൽ ഇമ്പ്യൂരിറ്റിയോ ഏതെങ്കിലും ഒന്ന് എന്തായിരിക്കണം മാഗ്നറ്റിക് നേച്ചർ ആകുന്ന കാണുന്ന മാഗ്നറ്റിക് സെപ്പറേഷൻ. ഇപ്പൊ നമുക്കിപ്പോ ഓറോ മാഗ്നറ്റിക് നേച്ചറും ഇമ്പ്യൂരിറ്റീസ് നോൺ മാഗ്നറ്റിക് നേച്ചർ ആയാലും മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യാം. അതേപോലെ എന്താണ് ഓറ് നോൺ മാഗ്നറ്റിക് ആകാം. എന്താണ് അതുപോലെ ഇമ്പ്യൂരിറ്റീസ് മാഗ്നറ്റിക് ആയാലും നേച്ചർ ആയാലും മാഗ്നറ്റിക് സെപ്പറേഷൻ ചെയ്യും. കാരണം എന്താ, ഇത് ഏതെങ്കിലും ഒന്ന് മാഗ്നറ്റ് ആയാൽ എന്ത് ചെയ്യും, മാഗ്നറ്റിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് എങ്ങോട്ട് പോകും, മാഗ്നറ്റിൽ സെപ്പറേറ്റ് ചെയ്ത് പോയിട്ട് ഇപ്പുറത്തേക്കും മറ്റേ നോൺ മാഗ്നറ്റ് ആകാം. ഇവിടെ ഒരു ഉദാഹരണമായിട്ട് ഇപ്പൊ തന്നിരിക്കുന്നതിൽ ഒന്ന് മാഗ്നറ്റിക് ഓറ് മാഗ്നറ്റിക്കും മറ്റേത് നോൺ മാഗ്നറ്റിക് ആണെങ്കിൽ മറ്റേ എന്ത് ചെയ്യും, നോൺ മാഗ്നറ്റിക് സബ്സ്റ്റൻസുകളിൽ വിടയുകയും ഓർ ഇവിടെ കണക്ട് ചെയ്യുകയും ചെയ്യാം. അല്ലെ, നേരെ തിരിച്ചാണെങ്കിലോ ഓർ മാഗ്നറ്റിക്കും ഓർ നോൺ മാഗ്നറ്റിക്കും മറ്റേ ഗ്യാങ് എന്താണ് നോൺ മാഗ്നറ്റിക്കും ആണെങ്കിൽ എന്താ ഓക്കെ, രണ്ടും വ്യത്യാസം ഉണ്ടല്ലോ. ഓർ എന്താണ് മാഗ്നറ്റിക്കും മറ്റേത് നോൺ മാഗ്നറ്റിക്കും ആണെങ്കിൽ അത് ഓരോ രീതിയിൽ സെപ്പറേറ്റ് ചെയ്യാം. രണ്ടും രീതിയിൽ മാഗ്നറ്റിക് ഏതാണോ നോൺ മാഗ്നറ്റിക് ഏതാണോ ആയാലും അതിൽ ഓറായാൽ ഓറ് മാഗ്നറ്റിക് ആകാം, മറ്റേത് നോൺ മാഗ്നറ്റിക് ആകാം. ഓക്കെ, ഗ്യാങ് നോൺ മാഗ്നറ്റിക് ആകാം. ഒരു കണ്ടീഷൻ ഈ എന്താണ് ഓറ് അങ്ങനെ പല സിറ്റുവേഷൻ വരും. ഓറ് നോൺ മാഗ്നറ്റിക്കും മാഗ്നറ്റിക് ഗ്യാങ്. ഓക്കെ, മാഗ്നറ്റിക് ഗ്യാങ്ങും പിന്നെ മറ്റേതെന്താണ് നോൺ മാഗ്നറ്റിക് ആകുന്ന സിറ്റുവേഷൻ, രണ്ട് സിറ്റുവേഷനിലും വരും. ഓക്കെ, ആ സിറ്റുവേഷൻ വരുന്ന സമയത്ത് എന്തുപയോഗിക്കാം, ഈ പറഞ്ഞിരിക്കുന്ന മാഗ്നറ്റിക് സെപ്പറേഷൻ. ചുരുക്കി പറഞ്ഞ എത്രയേ ഉള്ളൂ. അതായത് തന്നിരിക്കുന്ന ഗ്യാങ് നോൺ മാഗ്നറ്റിക് ആകുന്ന സമയത്ത് എന്താണ് ഈ പറഞ്ഞിരിക്കുന്ന ഓർ എന്തായിരിക്കണം, മാഗ്നറ്റ് ആയിരിക്കണം. തന്നിരിക്കുന്ന ഗ്യാങ് എന്താണ് മാഗ്നറ്റ് ആയിരിക്കുന്ന സമയത്ത് മറ്റെന്തായിരിക്കണം, ഈ പറഞ്ഞിരിക്കുന്നത് ഓർ എന്തായിരിക്കണം, മാഗ്നറ്റ് ആയിരിക്കണം, നോൺ മാഗ്നറ്റ് ആയിരിക്കണം. ഇത്രയേ ഉള്ളൂ പറയാൻ. അങ്ങനത്തെ സിറ്റുവേഷനിൽ മാഗ്നറ്റിക് സെപ്പറേഷൻ എന്ന പ്രോസസ് വരും. അത് രണ്ടെണ്ണം മനസ്സിലായത്. ഇനി അടുത്തത് ലൈറ്റ് സൾഫൈഡ് ഓൾസ്. ലൈറ്റ് സൾഫൈഡ് ഓൾസ് സൾഫൈഡ് ഓൾസിന് സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഹൈ ഡെൻസിറ്റി എന്താണ് ഫ്ലോത്ത് ഫ്ലോട്ടേഷൻസ്. ഓക്കെ, ഇതിന്റെ നേർ ഓപ്പോസിറ്റ് ലൈറ്റർ എന്താണ് ഓർ ലൈറ്ററും എന്താണ് ഇമ്പ്യൂരിറ്റീസ് ഓർ ഗ്യാങ് ഹെവിയറും ആണെങ്കിൽ ഫ്ലോത്ത് ഫ്ലോട്ടേഷൻ. ഇനി അലൂമിനിയത്തിന്റെ സെപ്പറേറ്റ് പറയുന്നുണ്ട്. പ്രോപ്പർട്ടീസ് ഓഫ് ഓർ അലൂമിനിയം ഓർസ് ദാറ്റ് ഗെറ്റ് ഡിസോൾവ് ഇൻ എ സൊല്യൂഷൻ. അതായത് ഏതെങ്കിലും സബ്സ്റ്റൻസുകളെ ഏതെങ്കിലും എന്താണ് നമ്മുടെ സ്യൂട്ടബിൾ സൊല്യൂഷൻസിൽ ഒഴിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് എന്ന് പറയില്ലേ. അതായത് ഇമ്പ്യൂരിറ്റീസ് എന്തായിരിക്കും, ഇൻസോളിബിൾ ഇൻ സെയിം സൊല്യൂഷൻ. ഇൻസോളിബിൾ ആയിരിക്കും, അതിൽ സോളിബിൾ അല്ല. അങ്ങനത്തെ കേസിൽ എന്താണ് ലീച്ചിങ് എന്ന പ്രോസസ്സ് ഉപയോഗിക്കുന്നത്, ലീച്ചിങ്. ഓക്കെ, അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്യുന്നത് ഈ ടോപ്പിക്കിൽ നമ്മൾ പഠിക്കുന്നത്. ഇനി അടുത്ത ക്ലാസ്സിൽ വേറൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. താങ്ക് യു.